പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഒരു CCTV വിഷ്വൽ ഇറങ്ങാണ്. 2 മണിക്ക് ആ കുട്ടി ഒരു ചെറുക്കന്റെ കൂടെ ബൈക്കിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു CCTV സാധനം എല്ലാ മീഡിയയും ഇത് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളത് ചെയ്തിട്ടില്ല. നമുക്കതിന്റെ ആധികാരികത ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് ചെയ്തിട്ടില്ല. ഈ ബോഡി കണ്ടെത്തുന്നത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയാണ്. അല്ല, അച്ഛനും അമ്മയും 2 ആൾക്കാരും കൂടിയാണ് ഈ കുട്ടി അവിടെ മരിച്ചു കിടക്കുന്ന കാണുന്നത്. അതും ഒരു ജേഴ്സി ഇട്ടിട്ട്. ഞങ്ങൾ ഈ ശരിക്കും നടന്ന സംഭവമാണ്. പോലീസ് വന്നിട്ടില്ല, പിന്നീടാണ് പോലീസ് വന്നത്. മീഡിയക്കാരത് കവർ ചെയ്യാൻ വന്നിട്ടില്ല. എനിക്കൊന്നും ഏതോ ഒരു ടീം മാത്രം വന്നു. പക്ഷെ ഇവരത് പുറത്തു വിട്ടിട്ടില്ല. കാരണം ഇവരാദ്യം കൊടുത്ത CCTV വിഷ്വലില് ഉള്ള ഡ്രസ്സല്ല ഈ മൃതദേഹത്തിലുള്ളത്. ഈ കുട്ടിയുടെ അച്ഛൻ എനിക്കൊരു വീഡിയോ കാണിച്ചു തരികയാണ്. ഈ കുട്ടി കാണാതാവുന്നതിന്റെ അന്ന് മണിക്കൂറുകൾ മുമ്പ് എടുത്തൊരു സെൽഫി. അവൾ അതിലൊരു ജേഴ്സി ഇട്ട്, ഒരു ബ്ലൂ കളർ ജേഴ്സി ഇട്ടിട്ട് അവളിങ്ങനെ ഒരു സെൽഫി, നല്ല ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു സെൽഫി എടുത്തിട്ടുണ്ട്. ഇതേ ഡ്രസ്സായിരുന്നു ആ ബോഡിയിൽ ഉണ്ടായിരുന്നത്. ജീൻസ് മാറ്റിയിട്ടുണ്ട്, ഇതേ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ ആ CCTV വിഷ്വലിൽ അതല്ല ഉണ്ടായിരുന്നത്, വേറെ ഏതോ കുട്ടികളാണ്. എന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ആ അച്ഛൻ എന്നോട് പറയാണ്, അവള് ഷൂസ് ഇടാറില്ല, അവൾക്ക് ഷൂസ് ഇടുന്ന ഇഷ്ടമല്ല, ക്രോക്സ് എന്റെ കാലിൽ കിടന്ന പോലെ ഇതുപോലെ ഒരു ചെരുപ്പാ കൊച്ചി അവൾ ഇട്ടിരുന്നത്, അവൾക്ക് അതാ ഇഷ്ടം. ഇങ്ങനെ അവര് പറയുവാണ്. അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം. CCTVയിൽ കാണുന്ന ഫുട്ടേജിൽ കാണുന്ന പെൺകുട്ടിയെ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ കളർ നീല ആയിരുന്നില്ല, അവൾ ധരിച്ചിരുന്നത് ഷൂ ആയിരുന്നു. അതൊരു പക്ഷേ മലയാറ്റൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ടൂറിസത്തിന് സാധ്യതകളുള്ള പ്ലേസ്. അതിലൂടെ യാത്ര ചെയ്ത 2 വാഹനങ്ങളിലായി യാത്ര ചെയ്ത സഞ്ചാരികളാകാം. അത് കാണിച്ചിട്ടാണ് ഈ പെൺകുട്ടി കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇവനോടൊപ്പം മദ്യപിക്കാൻ പോയി. മദ്യപിച്ചഴിഞ്ഞാടിയതിന് അവസാനം ഈ പെൺകുട്ടിയെ അവൻ കൊലപ്പെടുത്തി. അവൾക്ക് മറ്റു കാമുകന്മാരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സംശയം അവൻ ഉണ്ടായിരുന്നു. ഇതാണ് മരണകാരണം എന്നൊക്കെയാണ് ഈ പറയപ്പെടുന്ന അഭിനവ ജേർണലിസ്റ്റുകൾ എഴുതി വിടുന്നത്.